ഗുഡ് ബാഡ് അഗ്ലി നമ്മുടെ അജിത് കുമാർ നായകനാകുന്ന ആദിക് രവിചന്ദ്രൻ ചിത്രം അതിൻ്റെ ടീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. മ്യൂസിക് എനിക്ക് മാർക്ക് ആൻ്റണിയുടെ ഒരു വൈബ് ആയിരിക്കുന്നുണ്ട്, ആ ഒരു കളർ ടോണും. ഓ ആലൊക്കെ കൊള്ളാം. അത് പുള്ളിക്കാരൻ തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ജി പ്രകാശ്, സുനിലുണ്ട് അത്. ഓക്കെ. ടർക്കിനകത്ത് രേഖ. അത് കിടില വർക്ക്. ഏപ്രിൽ 10th മാമേ. ഇതൊരു പക്ക എന്താ പറയുക, ഒരു ഫാൻ ബോയ് സംഭവമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആദിക് രവിചന്ദ്രൻ്റെ ഏതാണ് മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന സിനിമ, എനിക്ക് തോന്നുന്നത് കാണാത്ത ആരും ഉണ്ടായില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടൊരു സിനിമയാണ് നമ്മുടെ മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന വിശാൽ നായകനായിട്ടുള്ള. അതിനുശേഷം അദ്ദേഹം അജിത് കുമാറായിട്ട് ജോയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ പടത്തിൻ്റെ ഒരു സ്കെയില് എന്താണെന്ന് ഈ ഒരു ടീച്ചർ കാണുമ്പോൾ മനസ്സിലാവും. എന്താ പറയുക, ആ ഒരു ഡയറക്ടർ ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ ആയിരുന്നു. എന്താണ് നമ്മുടെ മാർക്ക് ആൻ്റണി എന്ന് പറയുന്നത്. അതുപോലൊരു സബ്ജക്റ്റ് ഫിക്ഷൻ ആയിരിക്കില്ല, ഇതൊരു സയൻസ് ഫിക്ഷൻ ഒന്നും ആയിരിക്കത്തില്ല ഇത്. എന്നാൽ പോലും അങ്ങനത്തെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ, അതിന് കുറേ നാളായി അങ്ങനെ ഒരു ഇതിൽ കണ്ടിട്ട് തന്നെ കുറേ നാളായി. അദ്ദേഹം എന്താ പറയുക, മറ്റ് സോക്കോൾഡ് ഭയങ്കര ഹീറോ ആയിട്ടുള്ള മെയിൻ സ്ട്രീം നടന്മാരിൽ നിന്ന് മാറി അദ്ദേഹം അത് വ്യത്യസ്തമായിട്ട് കഥകൾ ചൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് ശ്രമിക്കാറുണ്ട്. ബട്ട് എപ്പോഴും വർക്കൗട്ട് ആകാറില്ലെങ്കിൽ പോലും, ഇപ്പോൾ വിടാമോർച്ചയാണെങ്കിൽ പോലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് മറ്റ് നായകന്മാരെടുക്കണമെന്നില്ല. ഇപ്പം നമ്മുടെ വിക്രം സാറൊക്കെ അങ്ങനെ എടുക്കാറുണ്ട്, അതല്ലാതെ മെയിൻ സ്ട്രീം നായകന്മാരൊന്നും അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇദ്ദേഹം കുറച്ച് മാറിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ എന്നൊരു രീതിയിൽ ഇദ്ദേഹത്തിന് വന്നിട്ട് എനിക്കൊന്ന് കുറേ ആയി. ഇപ്പോൾ വിശ്വാസം വീരമൊക്കെ ആണെങ്കിൽ പോലും അതിനൊരു ലിമിറ്റേഷൻ, ഒരു ഫാമിലി സബ്ജക്റ്റ് എന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഒരു മാർക്ക് ആൻ്റണി ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ വേറെ ലെവലായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എന്താ പറയുക, മ്യൂസിക്കാണ്. ജി വി പ്രകാശ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹം നായകനായ സിനിമ, എനിക്ക് ഇഷ്ടമുള്ള സിനിമകളും ഉണ്ടെന്നാൽ പോലും അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്ന ഏത് പടമായിക്കോട്ടെ, അതൊരു മോശം പടമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനെ പറ്റി ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അത് ഇതിനകത്തും ഒന്നും പറയാനില്ല. കിടിലം വർക്കാണ്, കിടിലം ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, കിടിലം മ്യൂസിക്കാണ്. സോങ് ഔട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് വർക്കായിരിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹം അയക്കായിട്ട് ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് വെച്ച് പറയുമ്പോൾ ഒരു കിടിലൻ ഒരു സാധനമായിരിക്കും. പിന്നെ എന്താ പറയുക, എനിക്ക് ഒരു ടീച്ചർ ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സംഭവം എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ ഒരു ഡോൺ സെറ്റപ്പിലുള്ള ഒരാളുടെ ഒരു കഥയാകാം. ഇത് സുനിലിൻ്റെ ക്യാരക്ടറുണ്ട്, തൃഷാമാമുണ്ട്, അങ്ങനെ ഒരുപാടൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു ഇതാണ്. പക്ഷേ അവരൊന്നും അങ്ങനെ അങ്ങോട്ട് റിവീൽ ചെയ്യാത്ത രീതിയിലൊന്നും ജസ്റ്റ് ഒരു ടീസർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അബ്സല്യൂട്ട്ലി അത് കറക്റ്റ് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ട്രെയിലറും ബാക്കിയുള്ള പടം വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ടീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.